ഞങ്ങൾ ഉറങ്ങുമ്പോഴും കാട്ടിൽ പോയാലും എപ്പോഴും ഞങ്ങളുടെ ദുർഗാദേവിനെ വിളിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമുള്ള അമ്പലമാണ്. പിന്നെ ഇറങ്ങാൻ നമ്മുടെ ഒരു പ്രാവശ്യം എൻ്റെ അച്ഛൻ സുഖമില്ലാതെ ഇരുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അച്ഛന് ഒരാവത്തം വരാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എൻ്റെ ദേവി എന്നും പറഞ്ഞുകൊണ്ട് അന്നൊക്കെ ഞങ്ങളുടെ നാച്ചേരി അമ്മയെന്ന് ഞങ്ങൾ വിളിക്കാറ്. ഇപ്പോഴാണ് ഞങ്ങൾ ദുർഗാ ഭഗവതി ക്ഷേത്രം എന്ന് ആക്കി എല്ലാം ഇതായത്. ഞങ്ങളുടെ രീതിയിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു രീതിയാണല്ലോ. അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അച്ഛനെ ഒരു കുഴപ്പമില്ലാതെ അസുഖങ്ങൾ ഭേദമായി. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഓടും മോളൊക്കെ വൈക്കോലൊക്കെ ഞാൻ പോന്ന് ഞാനിവിടെ വരുമ്പോൾ തിരിവയ്ക്കാനായിട്ട് വരുമ്പോൾ ആന ചവിട്ടി കല്ലൊക്കെ പെടുത്തിയിട്ടേക്കത്. പിന്നീടായി കഴിഞ്ഞപ്പോൾ പഴയ ആൾക്കാരൊക്കെ കുറച്ച് പോയില്ലോ. പിന്നെ പുതിയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ള ചുറ്റുംപുറമുള്ള കാടും ഇവിടെയൊക്കെ തീർത്തായിരുന്നു. മണ്ണെടുത്ത് കാന കയറി ഒരു ക്ഷേത്രം വേറെ പണത്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അവിടെ ചെറ വെള്ളം കണ്ടു. ഞങ്ങളവിടെ പോയി കുളിക്കാറുണ്ട്. ഇപ്പം പോകാറില്ല കേട്ടോ. പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോകണം.